കളമശ്ശേരിയിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട കേസിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതം. ഹെൽമറ്റ് ധരിച്ച് അപ്പാർട്ട്മെന്റിലെത്തിയ യുവാവിനെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. കൊല്ലപ്പെട്ട ജെയ്സിയുടെ ഫോൺ കോൾ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. ജെയ്സി എബ്രഹാം താമസിച്ച അപ്പാർട്ട്മെന്റിന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ കളമശ്ശേരി പോലീസ് ശേഖരിച്ചു. ഞായറാഴ്ച രാവിലെ 10:30 ഹെൽമറ്റ് ധരിച്ച് അപ്പാർട്ട്മെന്റിലെത്തിയ യുവാവ് 12:50 മടങ്ങിയത്. ജെയ്സിയുടെ സ്വർണ്ണാഭരണങ്ങളും മൊബൈലും നഷ്ടപ്പെട്ട നിലയിലാണ്. ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ നിന്നും 3 പേരെ പോലീസ് ചോദ്യം ചെയ്തു. കളമശ്ശേരിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ജെയ്സി എബ്രഹാമിനെ ഞായറാഴ്ച വൈകുന്നേരമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപ്പോൾ ആ ഘട്ടത്തിൽ ചോര വാർന്നു മരിച്ചു എന്നുള്ളതാണ് നമുക്കൊക്കെ തോന്നിയിട്ടുള്ളത്. പക്ഷെ പോലീസിനപ്പോൾ തന്നെ ഇതൊരു കൊലപാതകത്തിലേക്കുള്ള സാധ്യത സംശയം ഉണ്ടായിരുന്നു. ആ നിലയിൽ തന്നെ പോലീസ് അപ്പോൾ തന്നെ അതിൻ്റെ ആക്ഷൻ നടപടികളിലേക്ക് പോലീസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഏകദേശം കുറേ കാലങ്ങളായി, ഇവിടെ ഒരു വർഷമായിട്ടില്ലെങ്കിലും അവർ ഏകദേശം ഇടപ്പള്ളി കേന്ദ്രീകരിച്ച് കുറേ കാലങ്ങളായി അവർ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു വർഷം ആയിട്ട് താമസിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് അവരെ റെൻ്റൽ എഗ്രിമെൻറ്റ് പുതുക്കി അടുത്ത 11 മാസത്തേക്കുള്ള എഗ്രിമെൻറ്റ് വെച്ചെന്നാണ് ഇതിൻ്റെ നടത്തിപ്പുകാരനോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കൃത്യമായി വാടകയെ കൊടുത്ത് പോകുന്ന ഒരു സ്ത്രീയാണ്. അവരും ഇതേപോലെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് അപ്പാർട്ട്മെൻറ്റുകൾ വാടകയ്ക്ക് എടുത്തിട്ട് റെൻ്റ് ഔട്ട് ചെയ്യുന്ന അമൃത ആസ്പത്രിയുടെ പരിസരത്താണ് അവർക്ക് ഇത്തരം സ്ഥാപനങ്ങളുണ്ട്. നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതാണ്. തലക്കേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലുള്ളത്. ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. റിയൽ എസ്റ്റേറ്റ് വ്യാപാരത്തിൽ സജീവമായിരുന്നു കൊല്ലപ്പെട്ട ജെയ്സി എബ്രഹാം. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണോ കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി.